UDF-ൽ ആർക്കും എന്തും പറയാമെന്ന അവസ്ഥ അംഗീകരിക്കാൻ പറ്റില്ലെന്ന് KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല. അതേസമയം കോൺഗ്രസ് MLA-മാർക്ക് പാർട്ടി തലത്തിൽ പ്രത്യേകം വിപ്പ് നൽകുന്നതിൽ അപാകതയില്ലെന്നും ദുബൈയിൽ മാധ്യമപ്രവർത്തകർക്ക് മുമ്പാകെ അദ്ദേഹം വ്യക്തമാക്കി. അങ്ങനെ ആർക്കും എന്തും ചെയ്യാം UDF-ൽ എന്നുള്ള ഒരു സംവിധാനം, ഒരു നിലപാട് ഒരു കക്ഷിയും കൈക്കൊള്ളാൻ പാടില്ല, ഒരു നേതാവും കൈക്കൊള്ളാൻ പാടില്ല. ഏതെങ്കിലും ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിന് മുമ്പിൽ കോൺഗ്രസ് തലകുനിച്ചിട്ടില്ല. സന്ധി സംഭാഷണങ്ങൾക്ക് വേണ്ടി എവിടെയും പാർട്ടി പോയിട്ടില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. മുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തം കോൺഗ്രസിനുണ്ട്. അത് ഞങ്ങൾ നിർവഹിക്കും. പക്ഷെ അത് കോൺഗ്രസിന്റെ ദൗർബല്യമായി ആരും കാണരുത് എന്ന് എനിക്ക് പറയുവാനുണ്ട്. മന്ത്രി ആര്യാടന്റെ പ്രസ്താവനയെ ചെന്നിത്തല തീർത്തും ന്യായീകരിച്ചു. അല്ല, അതിനെ വിമർശിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് നേതാക്കന്മാർ പ്രസ്താവന കൊടുത്തു. അതേ തുടർന്ന് ആര്യാടൻ സംസാരിച്ചു. അങ്ങനെയാണ് ഒരു പാർട്ടിയുടെ യോഗത്തിനകത്ത് ഒരു MLA-ക്ക് അല്ലെങ്കിൽ മന്ത്രിക്ക് അഭിപ്രായം പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. പാർട്ടിക്കകത്ത് പോലും അഭിപ്രായം പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അവരെവിടെ പറയും? പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പതിവ് പോലെ വാചാലനായിരുന്നു ഇക്കുറിയും ചെന്നിത്തല. എന്നാൽ എന്തുകൊണ്ട് കേരള ബജറ്റ് പോലും പ്രവാസി സമൂഹത്തെ അവഗണിച്ചുവെന്ന ചോദ്യത്തിന് ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അല്ല, അതും നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയമാണ്. അടുത്ത മാസം 11 മുതൽ 13 വരെ OICC-യുടെ ആഗോള സമ്മേളനം അബുദാബിയിൽ നടക്കുമെന്നും മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ചെന്നിത്തല വെളിപ്പെടുത്തി. MM ഹസൻ, N സുബ്രഹ്മണ്യം എന്നിവരും പത്രസമ്മേളനത്തിൽ സന്നിഹിതരായിരുന്നു. മീഡിയ 1 ദുബൈ.